ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിപ്പിൾ എക്സൽ മോഡൽ നൈറ്റിയുടെ സിമ്പിളായിട്ടുള്ള കട്ടിംഗ് ആണ്. ഒരു ബിഗിനർ ആയാൽ പോലും സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. സാധാരണയായിട്ട് എങ്ങനെയാണോ തുണി മടക്കിയിടുക അതുപോലെ തന്നെ മടക്കി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് വരുന്നത്. കംപ്ലീറ്റ് മടക്കാണ് ഈ ഒരു സൈഡിൽ. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ് കേട്ടോ വരുന്നത്. 2 പീസായിട്ട് മടക്കാണ് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും. ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ്. അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് തുണി മടക്കിയിട്ടിരിക്കണേ. ഇനി നമുക്ക് ഇതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നേരെ അടിയിലേക്ക് ഞാൻ ആം ഹോളും 8 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് 8 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നേരെ അടിയിലേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ചെസ്റ്റ് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് ചെസ്റ്റിന്റെ മെഷർമെന്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിന്റെ നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഡെപ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 8 ഇഞ്ചിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ ആം ഹോൾ ഡീപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ 8ന്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 9.5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ഞാൻ 9.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിന്റെ അടുത്ത വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നേരെ അടിയിലേക്ക് സ്ലീവ് ഓപ്പണിന്റെ വണ്ണം 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ 2 പോയിന്റും ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഈ വരച്ചിരിക്കുന്നതാണ് കേട്ടോ സ്ലീവ്. അപ്പൊ സ്ലീവിന്റെ മാർക്കിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് യോക്കിന്റെ ഇറക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഞാനിവിടെ യോക്ക് ലെങ്ത് 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ 10 ഇഞ്ച് മാത്രമേ യോക്ക് ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ 10 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തേ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഒരു 1/2 ഇഞ്ചും കൂടിയും കൂട്ടി ഞാൻ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെയാണ് 10.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് ഓപ്പോസിറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ ഇറക്കം 8 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ അടിയിലേക്കായിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് നീട്ടി വരയ്ക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിന്റും ഈ പോയിന്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പൊ 2 പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു യോക്ക് പോർഷൻ നമ്മൾ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റും നമ്മൾ ആം ഹോൾ ഡീപ്പ് മാർക്ക് ചെയ്തില്ലേ,
ആ ഒരു പോയിന്റും കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ ആ 2 പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിനെ തന്നെ ഒന്ന് അറ്റം വരെ ഒന്ന് നീട്ടി വരയ്ക്കുക കേട്ടോ. അപ്പൊ ഞാൻ സ്കെയിൽ ഒന്ന് നീട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ലൈൻ ഒന്ന് നീട്ടി അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അറ്റത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ലെങ്ത് എത്രയാന്ന് ടേപ്പിനൊന്ന് അളന്ന് നോക്കുക. ഈ ഒരു ഭാഗം കേട്ടോ, അതായത് നമ്മൾ ആം ഹോളിന്റെ ഇറക്കവും ആം ഹോൾ ഡീപ്പും മാർക്ക് ചെയ്തില്ലേ, അത് തമ്മിൽ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു വീതി എത്രയാന്ന് ജസ്റ്റ് ടേപ്പിന് അളന്ന് നോക്കുക. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് 4.25 ഇഞ്ചാണ്. അപ്പൊ എനിക്ക് അളന്ന് നോക്കിയപ്പോ കിട്ടിയത് 4.25 ഇഞ്ചാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു മെഷർമെന്റ് 4.25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയേ. അത് നമ്മുടെ മൈൻഡിൽ ഒന്ന് വെച്ചേക്കുക കേട്ടോ. ഇനി നമ്മളൊരു 10.5 ഇഞ്ച് ഇവിടെ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ 10.5 ഇഞ്ചില് ടേപ്പ് വെച്ചിട്ട് ആ പുതിയത് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് എവിടെയാണോ ഇതുപോലെ ചെരിച്ച് ടേപ്പ് വെക്കുമ്പോൾ 4.25 ഇഞ്ച് കിട്ടുന്നേ, ആ ഒരു 4.25 ഇഞ്ച് എവിടെയാണോ വരണേ അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഇതുപോലെ അങ്ങ് ചെരിച്ച് വരയ്ക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. ആ 10.5 ഇഞ്ചില് ടേപ്പ് വെച്ച് ആ ലൈനിലേക്ക് എവിടെയാണോ 4.25 ഇഞ്ച് വരണേ അവിടെ ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതായത് ഈ ഒരു മെഷർമെന്റും ഈക്വൽ ആയിരിക്കണം. അതാണ് കേട്ടോ നമ്മൾ ചെയ്തേ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബോഡി പാർട്ടിന്റെ മെഷർമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വരകൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു വട്ടം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആദ്യമേ തന്നെ നമുക്ക് പ്ലീറ്റ്സിന്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ പ്ലീറ്റ്സിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് പ്ലീറ്റ്സിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലീറ്റ്സിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സിനായിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ സ്ലീവിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു പോർഷനാണ് നമ്മൾ സ്ലീവിനായിട്ട് മാർക്ക് ചെയ്തിരിക്കണേ. അപ്പൊ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ്സിനായിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്ലീവ്സിനായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ 2 സൈഡിലേക്കും സ്ലീവ് ഇതുപോലെ കിട്ടും. 2 സ്ലീവ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇതുപോലെ ചിരിച്ച് വരച്ചില്ലേ, ഇവിടെ വന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ യോക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മുകൾ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മടക്കാണ് വരണേ. അപ്പൊ അതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ റോങ് സൈഡ് വരണേ. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ റോങ് സൈഡിൽ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 49 ഇഞ്ചാണ്. അപ്പോൾ ആ 49 ഇഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും. അങ്ങനെ ടോട്ടല് 50.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തിരിക്കണേ. 50.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ പല സൈസിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു സൈസ് ആണെങ്കിലും സ്റ്റിച്ചിങ് ഒരുപോലെയാണ്. കട്ടിങ്ങിലും മെഷർമെൻറ്റ്സിലും ആണ് കേട്ടോ മാറ്റുള്ളൂ. സ്റ്റിച്ചിങ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.